നൂറ എന്തുകൊണ്ട് ആദിലയെ ചതിച്ചു? 1.5 ലക്ഷം രൂപ കണ്ടപ്പോൾ എന്താ നൂറ ആദിലയെ നൈസായിട്ട് തേച്ചോ? അത്തരത്തിലാണ് കേട്ടോ ലൈവിൽ ടാസ്ക് നടന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്പസമയം മുമ്പ് ലക്ഷ്യയുദ്ധം എന്ന ടാസ്കിൻ്റെ അവസാന റൗണ്ടായിരുന്നു. അവസാന റൗണ്ടല്ല, തൊട്ട് മുമ്പുള്ള ഒരു റൗണ്ട്. ഈ റൗണ്ടിൽ 3 പേര് മാത്രമാണ് എത്തി നിന്നത്. ആദില, നൂറ, അക്ബർ. സുഖമായിട്ട് ഇവർക്ക് 2 പേർക്കും കൂടി അക്ബറിനെ പുറത്താക്കി ഈ 3.5 ലക്ഷം ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകായിരുന്നു. അതിന് കിട്ടിയൊരു ഗോൾഡൻ ചാൻസ് ആണ് നൂറ് കൊണ്ടുപോയി. അക്ബറും നൂറയും കൂടി തുടക്കം മുതലേ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്ത് കളിക്കുമായിരുന്നു. മറ്റുള്ളവരെ പുറത്താക്കി ഫൈനലിൽ ഇവരെത്തണം എന്നുള്ളത്. അത് അക്ബർ പറയുകയും ചെയ്തു, നൂറ ഫൈനലിൽ എത്തുന്നതാണ് എനിക്ക് നല്ലതെന്ന്. അതായത് നൂറയെ നൈസായിട്ട് തോപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടോ എന്തോ അക്ബർ പറഞ്ഞത് അങ്ങനെയാണ്, നൂറ അവസാനം എത്തിയാൽ മതിയെന്ന്. നൂറയും അക്ബറും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നു. അവസാന റൗണ്ടിൽ ആദില, നൂറ, അക്ബർ എന്നിവർ മാത്രമായി. അക്ബറിൻ്റെ ബ്ലോക്ക് നൂറ എടുക്കുന്നു. നൂറക്ക് വേഗം ആ ബ്ലോക്ക് കൊണ്ടുപോയി ഡസ്റ്റ്ബിനിലിട്ട ഗെയിം അവിടെ കഴിഞ്ഞു. പിന്നെയുള്ള ഗെയിം ആദിലയും നൂറയും തമ്മിലാണ്. ആര് ജയിച്ചാലും ഒരു വീട്ടിലേക്കാണ് എമൗണ്ട് എത്തുന്നത് അല്ലേ. പക്ഷേ നൂറ അങ്ങനെയല്ല ചിന്തിച്ചത്. നൂറയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് അക്ബറെ സേഫാക്കി മാറി നിന്നു. അക്ബർ നേരെ പോയി ആദിലയുടെ ബ്ലോക്ക് എടുത്ത്, അവർ തമ്മിൽ മൽപ്പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. അക്ബർ ചെന്ന് ആദിലയുടെ ബ്ലോക്ക് എടുത്ത് നേരെ ഡസ്റ്റ്ബിനിലിട്ടു. നൂറ എന്താ 3.5 ലക്ഷം എന്ന് കണ്ടപ്പോൾ ആദിലയെ ചതിച്ചോ അല്ലെങ്കിൽ തേച്ചോ? ക്യാഷിന് വേണ്ടിയിട്ട് ആ റിലേഷൻ തന്നെ ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലാക്കി കളയുന്ന പോലെ തോന്നി. അങ്ങനെ സ്വന്തം പാർട്ട്ണറോട് ഇങ്ങനെ കാണിക്കുന്ന നൂറ അനുമോളോടോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളോടോ ഇങ്ങനെ കാണിക്കുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. അവസാന റൗണ്ടിലാണ് കേട്ടോ ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ സമയത്താണ് ഇവർക്ക് 2 പേർക്കും പറ്റിയ അക്കടി ഓർത്ത് അവർ തലയിൽ കയ്യും കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. അവസാനം ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇവർ 2 പേരിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ആർക്ക് 3.5 ലക്ഷം കൊടുക്കണമെന്ന് മറ്റു കുടുംബാംഗങ്ങൾക്ക് തീരുമാനിക്കാമെന്ന്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതിലെ നൂറയും കൂടി ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്, 2 ഒരു വീട്ടിലേക്ക് എത്തിയാനേ. പക്ഷേ ഇതിപ്പോൾ അക്ബറിന് വേണോ നൂറയ്ക്ക് വേണോ എന്നുള്ളത് പ്രത്യേകിച്ച് ചർച്ചയൊന്നും ഉണ്ടായില്ല കേട്ടോ. എല്ലാവരും കൂടി വന്ന് പറഞ്ഞു, ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുകയും ചെയ്ത്. അങ്ങനെ ആരും പ്രത്യേകിച്ച് അക്ബർ ആരും സപ്പോർട്ട് ചെയ്തില്ല. എല്ലാവർക്കും നൂറയ്ക്ക് ക്യാഷ് കൊടുക്കാനായിരുന്നു താല്പര്യം. അങ്ങനെ നൂറ 3.5 ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. വിന്നർക്ക് ലഭിക്കാനുള്ള 50 ലക്ഷത്തിൽ നിന്നും 3.5 ലക്ഷവും കൂടി കുറഞ്ഞിരിക്കുന്നു. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.